കൂട്ടുകാരെ, എന്റെ പേര് മിത്രാസി മനു. ഞാൻ ഇന്നിവിടെ മാമ്പഴം എന്ന കവിത കഥാപ്രസംഗമായി അവതരിപ്പിക്കുകയാണ്. മാന്യ സദസ്സിന് എന്റെ വിനീതമായ കൂപ്പുകൈ. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞാണ് ഏറ്റവും വിലപ്പെട്ടത്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ഹൃദയാദ്രവുമാണ്. അതിനൊരു ദൃഷ്ടാന്തമാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കഥാകാവ്യം. ആ കഥാകാവ്യത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നത്. കഥ മാമ്പഴം. അതാ നോക്കൂ, ആ കാണുന്ന വീടിന്റെ മുറ്റത്ത് ഒരു തൈ മാവ് പൊൻകുലകളായി പൊൻകിരീടം ചൂടി വസന്ത ദേവതയെ പോലെ നിൽക്കുന്ന ആ മാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കമ്പുമായി ആ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു. ഒരു കൊച്ചു കമ്പുമായി ആ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു. ആ മാവിൻ പൂവുകൾ, ആ മണിമുത്തുകൾ ആ ബാലൻ തട്ടി പൊഴിച്ചിടുന്നു. ആ ബാലൻ തട്ടി തകർത്തിടുന്നു. ആനന്ദ ചിത്തനായി ആഹ്ലാദപൂർണനായി അതിലൊരു പൂങ്കുല കൈയിലേന്തി, അതിലൊരു പൂങ്കുല കൈയിലേന്തി. ആ മാവിലെ പൂകൾ, ആ മണിമുത്തുകൾ ഒരു കമ്പ് കൊണ്ട് അവൻ അടിച്ചു വീഴുകയാണ്. അങ്ങനെ കളിച്ചു രസിക്കുകയാണ്. അല്പം കഴിഞ്ഞ് അടിച്ചു പറിച്ച പൂങ്കുലയുമായി അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. നോക്കൂ അമ്മേ, ഈ പൂക്കളെല്ലാം ഞാൻ തല്ലി വീഴ്ത്തിയതാണ്. എനിക്കിത് കൊണ്ടൊരു മാല ഉണ്ടാക്കി തരുമോ? പുഞ്ചിരിച്ചുകൊണ്ട് ആ പിഞ്ചോമന കൊഞ്ചി പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മ മിണ്ടിയില്ല. പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. അമ്മ മിണ്ടിയില്ല. പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. എന്താ അമ്മയൊന്നും മിണ്ടാത്തത്? എനിക്ക് മാല ഉണ്ടാക്കി തരില്ലേ? ഈ പൂക്കൾ തികഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും കൊണ്ടുതരാം. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നനി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നനി. എടാ കുരുത്തം കിട്ടവനെ, ഈ പൂക്കളെല്ലാം പറിച്ചു കളഞ്ഞല്ലേ? ഈ പൂക്കൾ വിരിഞ്ഞ് അത് കണ്ണിമേങ്ങായി വിളഞ്ഞ് മാവിൽ തന്നെ നിന്ന് പഴുത്ത് കാറ്റടിക്കുമ്പോൾ ഞെട്ടറ്റ് മുറ്റത്ത് വീഴുമ്പോൾ നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ പൂങ്കുല തള്ളുന്നത് തള്ളുകൊള്ളാനീട്ടല്ലേ? മമ്പഴം വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ പൂങ്കുല തള്ളുന്നത് തള്ളുകൊള്ളാനീട്ടല്ലേ? ആ അമ്മയുടെ ദേഷ്യം അവൻ ആദ്യമായിട്ട് കാണുകയാണ്. അലറി ശബ്ദം ആദ്യമായിട്ട് കേൾക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട അമ്മയിൽ നിന്ന് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായപ്പോൾ പൈതലിൻ ഭാവം മാറി, വദനാഭുജം വാടി, കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. പൈതലിൻ ഭാവം മാറി, വദനാഭുജം വാടി, കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. മാതളിരിലെ പോലെ നേർമേറിയ ആ കുരുന്ന് കവിൾത്തടം ചുവന്നു തൊടുത്തു. കളങ്കം എന്തെന്നറിയാത്ത ആ കണ്ണുനീർ തടാകമായി. ഭാവി മുൻകൂട്ടി പറയുന്നത് പോലെ, അവന്റെ ദേഷ്യം വിളിച്ചു പറയുന്നത് പോലെ വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ട് അവൻ മമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ. മമ്പഴം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. മമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. അമ്മമാർ മക്കളെ
പറയാറുണ്ട്, ശാസിക്കാറുമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് പിണങ്ങി ബന്ധുവിന്റെ വീട്ടിലോ സുഹൃത്തിന്റെ വീട്ടിലോ പോയി തങ്ങാറുമുണ്ട്. പോയതുപോലെ തിരിച്ചു വരാറുമുണ്ട്. കാരണം പിണങ്ങാനോ പിരിയാനോ സാധിക്കാത്ത ബന്ധമാണ് മാതൃസ്നേഹം. ഈ പിഞ്ചോമനയുടെ കണ്ണിലും അമ്മയുടെ തല്ലുകൊണ്ടപ്പോൾ വേദനയുടെ വേലിയേറ്റം ഉണ്ടായി. നാളുകൾ പലത് കഴിഞ്ഞു. പൂമൊട്ടുകൾ വിരിഞ്ഞു. അത് കണ്ണിമാങ്ങയായി വിളഞ്ഞ് പഴുത്ത് കാക്കകളും കിളികളും അണ്ണാറക്കണ്ണും എല്ലാം ബഹളം കൂടിയാണ്. ആദ്യ പഴം തിന്നാനുള്ള ആവശ്യം. അതെല്ലാം നോക്കിക്കൊണ്ട് ആ അമ്മ നിരാശയോടെ നെടുവീർപ്പോടെ പൊട്ടി തകർന്ന ഹൃദയത്തോടെ ആ മാവിലും കാറ്റടിക്കാതിരുന്നില്ല. കാറ്റടിച്ചപ്പോൾ ഒരു മാമ്പഴം ഞെട്ടച്ച് താഴേക്ക് വീണു. അങ്ങാണ് തൈമാവിൽ നദിത്തെ പഴം വീഴുകെ അമ്മ തന്നെ നിന്ന് നുതിർന്നു ചൂടു കണ്ണീർ. അങ്ങാണ് തൈമാവിൽ നദിത്തെ പഴം വീഴുകെ അമ്മ തന്നെ നിന്ന് നുതിർന്നു ചൂടു കണ്ണീർ. കണ്ണിമാങ്ങ പഴുത്തു വീണപ്പോൾ കണ്ണീർ മൊട്ടുകൾ അടർന്നു വീണു. ആ മാമ്പഴത്തിന്റെ ഏക അവകാശി അത് ഓടിച്ചെന്ന് എടുക്കേണ്ടയാൾ അവനെ കാണാനില്ല. അവൻ എവിടെ പോയി? ആ ഒരു മാമ്പഴം ഞെട്ടച്ച് വീണപ്പോൾ അമ്മയ്ക്ക് വേദനയുടെ വേലിയേറ്റമുണ്ടായി. അമ്മ മാമ്പഴം കൈകളിലെടുത്തു. എന്നിട്ട് തന്നുണ്ണി കിടാവിന്റെ താരുടൽ മറച്ചിതാ മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായി ഏവം ചൊന്നാൽ ഉണ്ണിക്കായി കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണി